15,000 ഉൽക്കകൾ നമ്മുടെ ഭൂമിയെ വന്നിടിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അതും ഇവിടുത്തെ ഒരു ഉൽക്കയുടെ വലിപ്പം എന്ന് പറയുന്നത് 150 മീറ്റേഴ്സോളം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് വീഴുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന നാശനഷ്ടങ്ങൾ എന്താണെന്ന് നമുക്ക് ആലോചിക്കാനും കൂടി പറ്റില്ല. ഏകദേശം ഒരു 6.5 കോടി വർഷങ്ങൾക്ക് മുന്നേ ഒരു വലിയ ഉൽക്ക നമ്മുടെ ഭൂമിയിൽ വന്ന് വീണത് കൊണ്ടാണ് ഡൈനോസർ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ടായി പോയത്. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇനി ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഒരു മനുഷ്യനും ആർക്കും ഗ്യാരണ്ടി തരാനും കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. എന്നാൽ ആ ടൈറ്റിൽ വായിച്ചു വിടുന്ന ആൾക്കാർക്ക് എന്താണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാറില്ല. അപ്പോ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ട്? ഈ പറയുന്ന ആൾക്കാരൊക്കെ പറയുന്ന പോലെ നമ്മൾ ഇവിടെ നിന്ന് എണീറ്റ് ഓടേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതെല്ലാം ആരംഭിക്കുന്നത് നാസയുടെ തന്നെ ആക്ടിംഗ് പ്ലാനറ്ററി ഡിഫൻസ് ഓഫീസറായ ഡോക്ടർ കെല്ലി ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്. ഇദ്ദേഹം ഒരുപാട് ആൾക്കാർ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു കോൺഫറൻസ് നടത്തുന്നു. അപ്പോ ഇതിലൂടെ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോ വാർത്തയായിട്ട് വരുന്നത്. അപ്പോ ഇവിടെ വെച്ച് ഇവരെന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഉൽക്കകളെല്ലാം നമ്മുടെ ഭൂമിയിൽ വന്ന് പതിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിലുള്ള ജീവജാലങ്ങളെല്ലാം ഇല്ലാണ്ടായി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഉൽക്കയുടെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 140ഓളം മീറ്റേഴ്സ് വരും. അതോടൊപ്പം നാസയുടെ ഒബ്സർവേഷൻ അനുസരിച്ച് ഏകദേശം 25,000ഓളം 140 മീറ്ററോളം വലിപ്പം വരുന്ന ഉൽക്ക നിയർ എർത്ത് ആസ്ട്രോയിഡ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഭൂമിയുടെ അടുത്തുകൂടി ചുറ്റിക്കളിക്കുന്ന ഉൽക്കകളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൈവശം അത്യാവശ്യത്തിൽ കൂടുതൽ ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഉൽക്കകളെല്ലാം നമുക്ക് ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ ഉൽക്ക പോകുന്ന വഴി, അത് എപ്പോഴാണ് നമ്മുടെ ഭൂമിയുടെ അടുത്തേക്ക് വരുന്നത്, അതൊക്കെ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ കുഴപ്പം എന്താ വെച്ചാൽ, നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ 25,000 ആസ്ട്രോയിഡ്സിൽ വെറും 40% മാത്രമാണ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിന്റെ നീക്കങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ. അതിന്റെ അർത്ഥം വേറെ ഒന്നല്ല, ബാക്കി 60% ഉൽക്കകൾ ഏതൊക്കെ വഴിയാണ് പോകുന്നത്, ഏതൊക്കെ വഴിയായിരിക്കും പോകുന്നത്, ഈ രണ്ട് കാര്യം നമുക്കറിയില്ല. ഇവിടെ 25,000ന്റെ 60% എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 15,000ഓളം ഉൽക്കകൾ വരും. അതുകൊണ്ടാണ് 15,000 ഉൽക്കകൾ നമ്മുടെ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, ഈ 15,000 ഉൽക്ക ഏതൊക്കെ വഴിയിലൂടെയാണ് പോകുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്കറിയില്ല. അതുകൊണ്ട് ഈ ഉൽക്കകൾ നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് ഇടിക്കും എന്നല്ല ഇവര് പറയുന്നത്. ഇവര് വെറുതെ ഒരു കണക്ക് മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും, നമ്മുടെ കൈവശമുള്ള ടെക്നോളജി ഉപയോഗിച്ച് 40% ഉൽക്കകളെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നില്ലേ? അപ്പൊ ബാക്കി 60% നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ട് ഇരുന്നുകൂടെ, നമുക്ക് സമാധാനത്തോടെ ഇരുന്നുകൂടെ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കാം. പക്ഷേ അവിടെയും വേറെ കുറെ കുഴപ്പങ്ങളുണ്ട്. ഈ ഉൽക്കകളുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ, കമ്പാരിറ്റീവ്ലി ഇത് വളരെയധികം ചെറിയൊരു ഒബ്ജക്റ്റ് ആണ്. അതുമാത്രമല്ല, ഈ ഉൽക്കകൾ ഭൂമിയിൽ നിന്ന് ഒരുപാട് അകലത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഒരുമിച്ച് വരുമ്പോൾ ഈ സംഭവത്തെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയായിരിക്കും. നമ്മളൊരു സംഭവത്തെ കാണണമെങ്കിൽ അത് ഒരു പ്രകാശം റിഫ്ലക്ട് ചെയ്യണം. രാത്രി സമയത്ത് നമുക്ക് ചന്ദ്രനെ വളരെയധികം ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നത് സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനെ റിഫ്ലക്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ സൂര്യനിൽ നിന്നുള്ള ഒരു പ്രകാശം ഈ പറയുന്ന ഉൽക്കകളെ റിഫ്ലക്ട് ചെയ്തിട്ട് അത് നമ്മുടെ കണ്ണുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ടെലിസ്കോപ്പുകളിലേക്ക് എത്തണമെങ്കിൽ ഈ ഉൽക്കകളെല്ലാം സൂര്യന്റെ അടുത്തായിരിക്കണം ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം ലൈറ്റ് ഇത് റിഫ്ലക്ട് ചെയ്യും. പക്ഷെ ഇവിടുത്തെ കേസ് അങ്ങനെയല്ല. ഈ ഉൽക്കകളെല്ലാം സൂര്യനിൽ നിന്ന് ഒരുപാട് അകലത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതും ഈ ഉൽക്കകൾ എന്ന് പറയുന്നത് വളരെയധികം ചെറുതാണ്. ഇപ്പൊ 140 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സൈസ് ആയിട്ട് നമുക്ക് തോന്നിക്കാം. പക്ഷെ നമ്മുടെ സൗരയൂഥത്തിന്റെ വലിപ്പം വെച്ച് 140 മീറ്റർ എന്നൊക്കെ പറയുന്നത് വെറും ഒരു മണൽത്തരിനെക്കാളും ചെറുതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ സംഭവത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കേസും കൂടി ഉണ്ട്. അതായത് ഈ ഒരു സംഭവം സൂര്യന്റെ മറവിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പൊ ഭൂമി എവിടെയാണ്, സൂര്യൻ നടുക്ക് നിൽക്കുന്നുണ്ട്. ഈ പറയുന്ന ഉൽക്ക ഈ സൂര്യന്റെ മറവിലാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലും ഈ സംഭവത്തെ കണ്ടുപിടിക്കാനെ പറ്റി, ഡിറ്റക്ട് ചെയ്യാനെ കാണാന്നൊക്കെ പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഓക്കെ, നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇനി ഞാൻ വളരെയധികം എളുപ്പത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ.
നമ്മൾ ആരെങ്കിലും ഒന്ന് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് ഡിഫെൻസ് ചെയ്തിട്ട് അവരിങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും നോക്കില്ലേ? അല്ലെങ്കിൽ വേറൊരു രാജ്യത്തുള്ള ആൾക്കാർ നമ്മളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള ഒരു പ്രതിരോധം അങ്ങോട്ട് കൊടുക്കില്ലേ? ഒരു ഡിഫൻസ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കില്ലേ? അങ്ങനെ നമ്മുടെ ഭൂമിക്കെതിരെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും വലിപ്പമുള്ള ഉൽക്കകളല്ല നമ്മുടെ ഭൂമിയിലേക്കാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം നമുക്കറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. ഈ ഒരു സാധ്യതയാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ചാനലിൽ ഇതിനു മുമ്പ് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതേപോലെ ഉൽക്കകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്നതിനെ പറ്റിയിട്ട് 1-2 വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസിലെല്ലാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെയധികം എളുപ്പമുള്ള മെത്തേഡ്സ് മാത്രമാണ്. അതായത് 1-2 ഉൽക്കയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള മെത്തേഡുകളാണ് ശരിക്കും നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ മെത്തേഡ്സ് മാത്രമാണ് ഇപ്പോഴും നമ്മുടെ കൈവശമുള്ളത്. അതായത് അതിനപ്പുറം നല്ല ഒരു മെത്തേഡ് നമ്മുടെ കൈവശമില്ല. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതേപോലുള്ള ഒരു സംഭവം നമ്മുടെ ഭൂമിക്ക് നേരെ വരികയാണെങ്കിൽ നമുക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. എന്നോട് ഒരുപാട് ആൾക്കാർ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മനുഷ്യരുടെ അവസാനം എന്തായിരിക്കും? എങ്ങോട്ടായിരിക്കും ഈ ഹ്യൂമാനിറ്റി മുന്നോട്ട് പോകുന്നത്? അപ്പോൾ അതിന് ഞാൻ 2 ഉത്തരങ്ങളാണ് ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കുന്നത്. ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത്, ഇതേപോലുള്ള ഒരു ഉൽക്ക നമ്മുടെ ഭൂമിയിലേക്ക് വീഴുകയാണെങ്കിൽ ഈ ഭൂമിയിൽ കണ്ടുവരുന്ന ഒട്ടുമിക്ക ജീവജാലങ്ങളും ഇല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥ വരും. അതായത് ഇവിടെ 15,000-ഓളം നിയർ എർത്ത് ആസ്ട്രോയിഡ്സിനെയാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ ഈ 15,000-ൽ ഒരു 100 നമ്മുടെ ഭൂമിയിൽ വന്ന് വീണ് കഴിഞ്ഞാലും അത് വളരെയധികം കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള ഒരു എഫക്ട് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലുള്ള ആൾക്കാരെല്ലാവരും ഇല്ലാണ്ടായി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി എന്താ വെച്ചാൽ നമ്മൾ തന്നെ തമ്മിൽ തല്ലി തീരുക എന്നുള്ളതാണ്. അതായത് യുദ്ധങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ തന്നെ നമ്മുടെ നാശത്തിന് വിനയാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്ന എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 സംഭവങ്ങളായിരിക്കും മനുഷ്യരുടെ അവസാനം നിർണ്ണയിക്കുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞ ആ ഉൽക്കയുടെ കാര്യമില്ലേ, അത് വെറും ഒരു കളിതമാശയായിട്ട് വെറുതെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുന്ന ഒരു വീഡിയോ പോലെ നിങ്ങൾ കരുതരുത്. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തെ നാസ വളരെയധികം ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ ഫലമായി നാസ 2027-ലും 2028-ലും സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പുകളൊക്കെ ലോഞ്ച് ചെയ്യും. ഈ സാറ്റലൈറ്റുകളുടെ പ്രധാന ദൗത്യം എന്താ വെച്ചാൽ ഇത്തരം ഉൽക്കകളുടെ ആ ഒരു വഴി, അത് പോകുന്ന വഴിയെല്ലാം നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയണം. അതായത് ഈ സംഭവം നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് പതിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് വളരെയധികം ക്ലിയർ ആയിട്ട് അറിയണം. അങ്ങനെ ഈ ഒരു സാറ്റലൈറ്റ് ഉപയോഗിച്ച് ഒരു വലിയ ഉൽക്ക നമ്മുടെ ഭൂമിക്കെതിരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ, ആ ഒരു കാര്യം മനുഷ്യർക്ക് കിട്ടുകയും അതിനെതിരെ ഉള്ളൊരു പ്രതിരോധം നമുക്ക് ഇപ്പോഴേ ഉണ്ടാക്കി തുടങ്ങാൻ പറ്റും. അത് ചെയ്യുന്ന വഴി ഭൂമിയിലുള്ള ജീവജാലങ്ങളെ നമുക്ക് രക്ഷിച്ചെടുക്കാനും പറ്റും. ഇവിടെ നാസ ലോഞ്ച് ചെയ്യാൻ പോകുന്ന സാറ്റലൈറ്റുകളില്ലേ, അത് വർക്ക് ചെയ്യുന്നത് ഇൻഫ്രാറെഡിലാണ്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ സാറ്റലൈറ്റുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറകൾക്ക് അന്ധകാരത്തിലും വർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇരുട്ടിലും ഈ സംഭവത്തിന് അവിടെയുള്ള ഒബ്ജക്റ്റുകൾ, ഈ പറഞ്ഞ ഉൽക്കകളൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും. ഇതെങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഉൽക്കകളുടെ താപനിലയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. അതായത് സ്പേസിന്റെ താപനിലയും ഈ പറയുന്ന ഉൽക്കയുടെ താപനിലയും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ടെമ്പറേച്ചറിന്റെ ആ ഒരു വ്യത്യാസമാണ് ഈ ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുന്നത്. അങ്ങനെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ഉൽക്കകളെല്ലാം കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു സമ്മറി പോലെ പറയുകയാണെങ്കിൽ ഇത്രയും ഉൽക്കകളെല്ലാം നമ്മുടെ ഭൂമിക്കെതിരെ വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം ടെക്നോളജിയിലൂടെ അവരിങ്ങനെ നേടിയെടുക്കുന്നുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രതിരോധമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതാണ് ശരിക്കും ഈ ഒരു ചോദ്യത്തിന്റെ പിന്നിലുള്ള ഒരു അർത്ഥം. അതല്ലാണ്ട് ഈ മാധ്യമങ്ങളൊക്കെ പറയുന്ന പോലെ 15,000-ഓളം ഉൽക്കകളൊക്കെ നമ്മുടെ ഭൂമിയിൽ വന്നിങ്ങനെ ഇടിക്കുക, അങ്ങനത്തെ ഒരു സംഭവം ഒന്നല്ല. അത് ജസ്റ്റ് ആ ഒരു വാർത്തയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരുപാട് ടൈറ്റിൽസ് മാത്രമാണ്. ഇതും കൊണ്ട് ഇവരെന്താണ് ശരിക്കും ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.